ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. സംഖ്യാപുസ്തകത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇന്നത്തെ ദിവസം നമ്മൾ 2 അധ്യായങ്ങൾ ഒന്നിച്ചാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. 34-ാം അധ്യായവും 35-ാം അധ്യായവും. കാരണം 34-ാം അധ്യായത്തിൽ വളരെ ചെറിയൊരു അധ്യായമാണ്. അവിടെ കനാൻ ദേശത്തിൻ്റെ അതിരുകളെക്കുറിച്ച് മാത്രമാണ് ഇവിടെ പറയുക. അതായത് 9.5 ഗോത്രത്തിനും ബാക്കി 2.5 ഗോത്രത്തിനും അങ്ങനെ 12 ഗോത്രങ്ങൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ്, അതിൻ്റെ അതിരുകളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതായത് കിഴക്ക് വശത്ത് 2.5 ഗോത്രം രൂബേൻ, ഗാദ്, മനശ്ശെയുടെ പകുതി. കനാനിന് തൊട്ട് മുൻപ് നല്ല പച്ചപ്പായ സ്ഥലം കണ്ടപ്പോൾ അവർ അവിടെ താമസിച്ചോളാമെന്ന് മോശയോട് പറഞ്ഞതും യുദ്ധത്തിൽ ഇസ്രായേൽ ജനത്തോട് ചേർന്ന് ചെയ്യുന്ന അവരെ കനാനിൽ പ്രവേശിച്ച ശേഷം ആ സ്ഥലം അവർ വന്ന് സ്വന്തമാക്കുന്നു. ബാക്കി 9.5 ഗോത്രത്തിന് തെക്കും വടക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങൾ ഭാഗിച്ചു കൊടുക്കുന്നതാണ് 34-ാം അധ്യായത്തിലുള്ളത്. ഇനി 35-ാം അധ്യായത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ലേവ്യർക്കുള്ള അവകാശത്തെക്കുറിച്ചാണ് 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ലേവ്യർക്ക് ഭൂമി അവകാശമായിട്ട് ദൈവം അവിടെ കൊടുക്കുന്നില്ല, കാരണം ഇത് പുരോഹിത ഗോത്രമാണ്. മറ്റു ഗോത്രങ്ങൾ അവരുടെ സ്ഥലവും അവരുടെ ആ പട്ടണങ്ങളും ഒക്കെ ഇവർക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നത് ദശാംശം നൽകുന്നത് പോലെ. അപ്പോൾ അവർക്ക് താമസിക്കാനുള്ള സൗകര്യം അവിടെ ചെയ്തു കൊടുക്കണം. അവരുടെ ആടുമാടുകളെ മേയ്ക്കാനുള്ളതായ സ്ഥലം അവർക്ക് വിട്ടുകൊടുക്കണം. അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുവാൻ ഇവിടെ ആവശ്യപ്പെടുകയാണ്. അതിനകത്ത് 6 സങ്കേതങ്ങൾ അവിടെ നൽകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ആരെങ്കിലും കൊലപാതകം ചെയ്താൽ അവർക്ക് ഓടി വന്ന് രക്ഷപ്പെടാനുള്ള സങ്കേതം. അത് പുരോഹിതൻ്റെ പട്ടണത്തിലാണ് അത് കൊടുക്കുന്നത്. കാരണം പുരോഹിതനാണ് അവർക്ക് അഭയം നൽകേണ്ടത്. അപ്പം അതുകൊണ്ട് ആ 6 പട്ടണങ്ങൾ കൂടെ ചേർന്ന് ഏകദേശം 48 പട്ടണങ്ങളിൽ ലേവ്യർക്ക് കൊടുക്കുന്നതായി നമ്മളിവിടെ കാണുന്നു, കൊടുക്കാൻ ആവശ്യപ്പെടുന്നു. ഇനി 9 വരെയുള്ള വാക്യങ്ങളിൽ ചില സങ്കേത നഗരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഈ സങ്കേത നഗരങ്ങൾ, ഈ 6 നഗരങ്ങൾ എന്തിനാണെന്ന് ചോദിച്ചാൽ, ഒരുവൻ കൊലപാതകം ചെയ്താൽ അവർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സ്ഥലമാണ്. ഒരുവനൊരു കൊലപാതകം ചെയ്താൽ അവൻ ഓടി ഈ സങ്കേത സ്ഥലത്ത് അവൻ വരുന്നെങ്കിൽ, അവൻ പുരോഹിതൻ്റെ അടുത്ത് വരുന്നെങ്കിൽ പുരോഹിതൻ അവനവിടെ സംരക്ഷണം നൽകണം. ആ സങ്കേത സ്ഥലത്ത് മറ്റാരും കയറി അവനെ പിന്നെ കൊല്ലാൻ പാടില്ല. ഇവിടെ ആ കൊലപാതകം തന്നെ 2 രീതിയിൽ ഇനി 35-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒന്ന് യാദർച്ഛിക വരുന്ന കൊലപാതകമുണ്ട്, മനഃപൂർവ്വം ചെയ്യുന്നതായ കൊലപാതകമുണ്ട്. യാദർച്ഛിക ചെയ്യുന്നതായ കൊലപാതകത്തിന് അവരെ ആരും കൊല്ലാൻ ഒക്കില്ല. എന്നാൽ മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകമുണ്ട്. ഇരുമ്പായുധം കൊണ്ടോ കല്ല് കൊണ്ടോ തടി ആയുധം കൊണ്ടോ ഒരാളെ മനഃപൂർവ്വം അടിക്കുകയോ അങ്ങനെ കൊല്ലുകയോ ചെയ്താൽ അത് മനഃപൂർവ്വമുള്ള കൊലപാതകമായി അത് കണക്കാക്കും. എന്നാൽ പെട്ടെന്ന് പ്രകോപിതനായി കൊല്ലാനല്ല ഞാൻ അടിച്ചത്, പക്ഷേ അവൻ മരിച്ചു പോയെങ്കിൽ എനിക്ക് ഓടി രക്ഷപ്പെടാനുള്ള സങ്കേത സ്ഥലമാണ്. മനഃപൂർവ്വം ചെയ്യുന്ന കൊലപാതകത്തിന് ഒരിക്കലും സങ്കേത സ്ഥലത്ത് പോയി രക്ഷപ്പെടാനാവില്ല. യാദർച്ഛികമുള്ള കൊലപാതകത്തിന് അത് നമുക്ക് സാധ്യമാണ്. അത് ആ ഏത് പുരോഹിതൻ്റെ അടുത്ത് ചെല്ലുന്നു, ആ പുരോഹിതൻ മരിക്കുന്നിടം വരെ ആ പുരോഹിതൻ്റെ കൂടെ അവിടെ അവൻ താമസിക്കണം. ആ സങ്കേത സ്ഥലത്ത് അവൻ താമസിക്കണം. പുരോഹിതൻ്റെ കാലശേഷം അവന് ഇത് സ്വതന്ത്രനായിട്ട് പോകാവുന്നതാണ്. ആ പുരോഹിതൻ ജീവിച്ചിരിക്കെ അവനിത് വിട്ട് വീണ്ടും അവൻ സമൂഹത്തിലേക്ക് വരുന്നെങ്കിൽ അവന് വധശിക്ഷ ലഭിക്കാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു ക്രമീകരണം നമ്മളിവിടെ കാണുന്നുണ്ട്. പുതിയ നിയമ ചിന്തകളുമായി നമ്മളിത് താരതമ്യം ചെയ്യുമ്പോൾ പുതിയ നിയമത്തിലും യാദർച്ഛികമുള്ള പാപത്തിനും മനഃപൂർവ്വമുള്ള പാപത്തിനും ഒരുപോലെയല്ല ശിക്ഷ. നീതിന്യായ കോടതികളിൽ പോലും നമുക്കറിയാം ആ രീതിയിലാണ് പലപ്പോഴും കോടതി പോലും ശിക്ഷ വിധിക്കുന്നത്. കൊലപാതകം ഒരിടത്ത് നടന്നാൽ അതിൻ്റെ സാഹചര്യം, ഏത് സാഹചര്യത്തിലാണ് അത് നടന്നതെന്നും എങ്ങനെ നടന്നുവെന്നും കോടതി അത് നന്നായിട്ട് വിലയിരുത്തും. യാദർച്ഛിക സംഭവിച്ചു പോയതാണെങ്കിൽ കഠിന ശിക്ഷയൊന്നും കൊടുക്കാറില്ല.
വധശിക്ഷ അവർക്കൊരിക്കലുമില്ല. എന്നാൽ മനഃപൂർവ്വം ചെയ്യുന്നതായ കൊലപാതകമാണെങ്കിൽ അതിന് വധശിക്ഷ തന്നെ കൊടുക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്, അല്ലെങ്കിൽ ജീവപര്യന്തം കൊടുക്കുന്ന രീതി നമ്മൾ കാണാറുണ്ട്. ഇത് ആദിമകാലത്ത് പഴയ നിയമസഭയിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു രീതിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മുടെ പുതിയ നിയമത്തിൽ വരുമ്പോൾ മനഃപൂർവമായ പാപമുണ്ട്, യാദൃച്ഛിക ചെയ്യുന്ന പാപമുണ്ട്, മനഃപൂർവ്വമല്ലാത്ത പാപമുണ്ട്. മനഃപൂർവ്വമല്ലാത്ത പാപം നമ്മൾ ഒന്ന് അനുദപിച്ച് കഴിയുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നമ്മോട് ക്ഷമിക്കും. മനഃപൂർവമായ പാപം പരിശുദ്ധാത്മാവിനെതിരായ പാപമായിട്ടാണ് ബൈബിൾ പറയുന്നത്. കാരണം നമുക്കൊരു പാപബോധം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ പറയരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ പ്രേരിപ്പിച്ചിട്ടും അതിനെ മറികടന്ന് നമ്മൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ അത് പരിശുദ്ധാത്മാവിനെതിരായ പാപമാണ്. അതിന് ക്ഷമ കിട്ടുക ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിലും നമ്മുടെ ദൈവം സ്നേഹവാനും കാരുണ്യവാനുമാണ്. നമ്മളിന്ന് ജീവിക്കുന്നത് കൃപായുഗത്തിലാണ്. ആ കൃപായുഗത്തിലായതുകൊണ്ട് ദൈവം നമ്മൾ മനഃപൂർവ്വം ചെയ്യുന്ന പാപങ്ങൾ പോലും നമ്മോട് ക്ഷമിച്ച് ദൈവത്തോട് നമ്മളെ ചേർത്ത് നിർത്തുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. ആ ദൈവികമായ സ്നേഹം നമ്മൾ തിരിച്ചറിഞ്ഞ് ആ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി പാപത്തിൽ നിന്ന് ഒഴിഞ്ഞിരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പം അതുകൊണ്ട് മനഃപൂർവമായ പാപം നമ്മളുണ്ടാകാൻ പാടില്ല. കർത്താവിൻ്റെ മഹത്തായ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5:21 മുതൽ യേശു പറയുന്നത് കൊലപാതകം ചെയ്ത് മനസ്സിൽ ചിന്തിച്ചാൽ പോലും കൊലപാതകം ചെയ്യുന്നതിന് തുല്യമാണെന്നാണ്. യേശു പറയുന്നു, കോപിക്കുന്നവൻ കൊലപാതകം ചെയ്യുന്നു, മോഹിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുന്നു. പഴയ നിയമത്തിൽ ആക്ട് നടന്നെങ്കിലേ ശിക്ഷയുള്ളൂ. മോഷണം, വ്യഭിചാരം, കൊലപാതകം ചെയ്യുന്നവൻ കഠിന ശിക്ഷയുണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ യേശുവിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച് ആ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും മനസ്സിൽ അത് ചിന്തിച്ചാൽ പോലും ചെയ്തതിന് തുല്യമാണ്. ഞാൻ ഒരാളോട് കൊല്ലാൻ ആഗ്രഹിച്ചു കൊല്ലാതെ പോയത് അവനെ പേടിച്ചോ, നിയമം പേടിച്ചോ, സമൂഹത്തെ പേടിച്ചോ, ഒന്നുമല്ല ദൈവത്തെ പേടിച്ചിട്ടാണ്. അങ്ങനെ ഭയപ്പെട്ടിട്ട് ചെയ്യാതിരുന്നുകൊണ്ട് കാര്യമില്ല. എൻ്റെ മനസ്സിൽ ഞാൻ അവനെ കൊന്നതാണ്. ആ രീതിയിലാണ് പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഹൃദയത്തിൻ്റെ വിശുദ്ധിയും ആവശ്യപ്പെട്ടത്. ഹൃദയവിശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് കർത്താവ് പറഞ്ഞ് നമ്മളിപ്പോഴും ഓർക്കുക. അതുകൊണ്ട് ദൈവം നമുക്ക് ഒരു സങ്കേത സ്ഥലമായിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ മനഃപൂർവമായ പാപം ചെയ്യാതെ നമ്മളെ തന്നെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കുവാൻ ദൈവമേ, പരിശുദ്ധാത്മാവെ ശക്തിയിലേക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. നാളെ ഈ സംഖ്യാപുസ്തകം 36-ാം അധ്യായം നമ്മൾ വായിക്കുന്നതോടെ സംഖ്യാപുസ്തകം അവസാനിക്കും. അതിനുശേഷം ഇത് പുതുവത്സരം നമ്മൾ വരുമ്പോൾ അത് നമ്മൾ ആവർത്തന പുസ്തകം 1-ാം അധ്യായം മുതൽ നമ്മൾ വായിക്കുന്നതാണ്. അതിനുവേണ്ടി എല്ലാവരും ഒരുങ്ങാൻ, മറ്റുള്ളവരെ കൂടി ബൈബിൾ വായിക്കുവാൻ തക്കവണ്ണം നിങ്ങൾ പ്രേരിപ്പിക്കുകയും അതൊരു സുവിശേഷത്തിൻ്റെ ഭാഗമായി കണ്ടുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാൻ ഇടയാവട്ടെ.